പ്രിയപ്പെട്ടവരെ, മുഅ്മിനീൻ്റെ ജീവിതം വിശുദ്ധമായ ഖുർആനും ഹദീസുകളും ഉൾക്കൊള്ളുന്ന രൂപത്തിലാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് മുഅ്മിനിൻ്റെ ജീവിത വഴി എന്ന് പറയുന്നത്. നമുക്കത് ഹദീസുകളിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നബിയുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ കഴിയുക എന്നൊക്കെ ആശങ്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ റസൂലിൻ്റെ സുന്നത്തുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. റസൂലിനോടുള്ള അടങ്ങാത്ത മഹബത്താണ്. നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസരണിയായ സുന്നത്തുകളെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കേൾക്കലും കാണലുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ ഉടനെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ ഈ ദിക്ർ ചെല്ലാറുണ്ടായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിത് കാണാൻ പറ്റും. അതായത് മരണത്തോട് സമാനമായിട്ടുള്ള ഉറക്കത്തിൽ നിന്നും ജീവൻ തിരികെ നൽകിക്കൊണ്ട് നമ്മെ ഉണർത്തിയ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും ആദ്യം മുഴങ്ങേണ്ട സ്മരണ അള്ളാഹുവിനെ തന്നെയായിരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് റസൂലിൻ്റെ മഹത്തായിട്ടുള്ള തിരുചര്യയാണ്. രണ്ടാമത്തേതായിട്ടുള്ള സുന്നത്ത് മിസ്വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പല്ല് തേക്കുക എന്ന് പറയാം. നബി തങ്ങൾ പറയുന്നുണ്ട്, ലൗല അൻ അശുഖാല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്ക് ഇൻദ കുല്ലി സ്വലാത്തിൻ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിർബന്ധമാക്കാത്തത് എന്ന അർത്ഥത്തിലാണ് ഹദീസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓരോ നിസ്കാരങ്ങൾക്കും പിറകെ ഓരോ നിസ്കാരങ്ങളുടെ സമയത്തും ഞാൻ അവരോട് പല്ല് തേക്കാൻ നിർബന്ധിപ്പിക്കുമായിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഓരോ നിസ്കാരത്തിനും എന്തിനോളം പറയണം, എല്ലാ സമയത്തും പല്ല് തേക്കുക എന്നുള്ളതിന് വലിയ സവാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ധാരാളം മഹത്വങ്ങൾ കൽപ്പിക്കപ്പെടുന്ന സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. ശക്തമായ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വായെ ശുദ്ധിയാക്കുന്നതിൻ്റെ കൂടെ റബ്ബിൻ്റെ തൃപ്തിയെയും കരഗതമാക്കാൻ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും മുഫസ്സിരീങ്ങളായിട്ടുള്ള മുഹദ്ദിസീങ്ങളായിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വായെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടും റബ്ബിൻ്റെ പ്രീതിക്കും വേണ്ടിയിട്ടാണ് മിസ്വാക്ക് എന്നർത്ഥം. ഇത് രണ്ടും ഈ മിസ്വാക്ക് മൂലം, സിവാക്ക് മൂലം നമുക്ക് ലഭിക്കും, പല്ല് തേക്കൽ മൂലം ലഭിക്കും. വളരെ ശക്തമായ സുന്നത്തായതുകൊണ്ടാണ് എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകിൽ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറിയാൽ ആദ്യം മിസ്വാക്ക് ചെയ്യുമായിരുന്നു. കാര്യങ്ങളുടെ തുടക്കത്തിലേക്ക് മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. ഹുദൈഫ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൻ നൗം എന്ന് പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിവാക്ക് ചെയ്തുകൊണ്ട് വൃത്തിയാക്കുമായിരുന്നു എന്ന് നമുക്ക് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 10 കാര്യങ്ങളെ ഫിത്രത്തിൻ്റെ രൂപത്തിൽ 10 കാര്യങ്ങളെ പ്രവാചകന്മാരിൽ നിന്നും മറ്റു നല്ല സച്ചിതരായ ആളുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ആ 10 കാര്യങ്ങൾ നല്ല ചിട്ടയിൽപ്പെട്ടതാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത അതിൽ ഒന്നാണ് സിവാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ മഹത്വമുള്ളതാണ്. റബ്ബിൻ്റെ പ്രീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ, സിവാക്ക് മൂലം റബ്ബിൻ്റെ പ്രീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ സിവാക്കിന് അത്രത്തോളം മഹത്വമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ വഫാത്തിൻ്റെ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ എടുപ്പിക്കാനും പല്ല് തേപ്പിക്കാനും നിർദ്ദേശിച്ചു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ പറ്റും. റൂഹ് വളരെ വേദന കുറഞ്ഞ രൂപത്തിൽ ഊരിപ്പോകുന്നതിന് കാരണമാകുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നുള്ളത്. വളരെ പതിവാക്കൽ നല്ലതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വുളു ഒക്കെ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങപ്പെടാത്ത ഒരുത്തൻ്റെ വുളു ശരിയല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിൽ വളരെ ഗൗരവപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. സുന്നത്താണെങ്കിൽ പോലും വളരെ ഗൗരവപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് പേര് കൊണ്ട് തുടങ്ങാത്ത ഒരുത്തൻ്റെ വുളു അതൊരു വുളു ആയിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മിയെ അത്രത്തോളം മഹത്വപ്പെടുത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് നമ്മുടെ വുളു തുടങ്ങുക എന്നുള്ളത് വളരെ ബറക്കത്താക്കപ്പെട്ട ഒരു സുന്നത്താണ്. നാലാമത്തെ സുന്നത്തെന്ന് പറയുന്നത് വുളു ചെയ്യുമ്പോൾ അതിനെ പരിപൂർണമായിട്ട് ഇഹ്സാനോട് കൂടിയിട്ട് ചെയ്യുക എന്നാണ്.
വുളൂഇനെ പരിപൂർണമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കോലത്തിൽ 3 പ്രാവശ്യം ചെയ്യേണ്ടതൊക്കെ 3 പ്രാവശ്യം, സാവകാശം ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഓരോ അവയവങ്ങളും വുളൂ ചെയ്യുമ്പോൾ ചെല്ലേണ്ട ധാരാളം ദിക്റുകൾ നമ്മുടെ മുഹദ്ദിസീങ്ങളായിട്ടുള്ള നമ്മുടെ സച്ചിതരായ മുൻഗാമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വൃത്തിയോടുകൂടിയിട്ട് സമാധാനത്തോടു കൂടിയിട്ട് വുളൂ എടുത്താൽ മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ ഖറജത് ഖതായാഹു മിൻ ജസദി എന്ന ഹദീസിൽ കാണാൻ പറ്റും. ഒരുത്തൻ വുളൂ ചെയ്തു, ആ വുളൂഇനെ അവൻ ഇഹ്സാൻ ചെയ്തു, വുളൂഇൽ ഒരു കുറച്ചിലും കാണിക്കാതെ വുളൂഇനെ ശരിയായ രൂപത്തിൽ ചെയ്താൽ അവൻ്റെ ശരീരത്തിലുള്ള പാപങ്ങളൊക്കെ പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങൾ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. വുളൂഇനെ സമ്പൂർണ്ണമായിട്ട് ചെയ്തു പഠിക്കണം. വേഗത്തിൽ നമ്മൾ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ സമ്പൂർണ്ണത നമുക്ക് കൈവരിക്കാതെ വരും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 5ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് തഹജ്ജുദ് നമസ്കാരം നമസ്കരിക്കുക എന്നുള്ളത്. ഏറ്റവും സുന്നത്തായ നമസ്കാരങ്ങളിൽ ഫർദിന് ശേഷം ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഫളിലുള്ളതാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും പദവി ഉയർത്തപ്പെടും, പാപങ്ങളൊക്കെ കരിക്കപ്പെടും. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സുത്രഹമായ സ്ഥാനം ലഭിക്കാൻ കാരണമാകും. നമുക്ക് ഹദീസിലൊക്കെ ഇതിൻ്റെ വളരെ മഹത്വം കാണാൻ പറ്റും. ഇതിൻ്റെ മഹത്വം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ആരാണ് വിളിക്കുന്നത്, തനിക്ക് വേണ്ടി ആരാണ് ഇബാദത്ത് ചെയ്യുന്നത്, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് തന്നോട് ആരാണ് പ്രാർത്ഥിക്കുന്നത്, അവനിക്ക് ഞാൻ കൊടുക്കും, അവനിക്ക് ഞാൻ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. ആ ഹദീസിൽ പറയുന്നു തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന കരങ്ങളെന്ന് നമ്മുടെ മുഹദ്ദിസീങ്ങളായ ആളുകൾ അതിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിൽ ഒരു ശരീരത്തിന് ഏറ്റവും പ്രയാസമുള്ളത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എന്നാൽ വലാ ഷൈ അൻവറു ലിൽ ഖൽബി മിൻഹു, തഹജ്ജുദ് നമസ്കാരത്തേക്കാളും ഹൃദയത്തിന് പ്രകാശം നൽകുന്ന ഒരു നിസ്കാരമില്ല എന്നാണ്. തഹജ്ജുദിനേക്കാൾ ഹൃദയ പ്രകാശം നൽകുന്ന ഒരു നമസ്കാരത്തെ കാണാൻ പറ്റൂല. അത്രക്കും മഹത്വമുള്ള സച്ചിതരായിട്ടുള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളൊക്കെ ഇതൊക്കെ പതിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ദറജ ഉയരാനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തു തഹജ്ജുദ് വളരെ ക്ലിയറായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഹജ്ജുദിനെ പറ്റിയിട്ട് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബക മഖാമൻ മഹ്മൂദ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ റസൂലേ, ഒരു പക്ഷേ ഇത് മുഖാന്തരം നിങ്ങൾക്ക് അല്ലാഹു മഖാമു മഹ്മൂദിനെ നൽകിയേക്കാമെന്ന് പറയുന്നുണ്ട്. അത്രക്കും സ്തുത്യർഹമായ സ്ഥാനം മഖാമു മഹ്മൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നിടത്ത് പറഞ്ഞത് രാത്രി എഴുന്നേറ്റുകൊണ്ട് ഉറക്കച്ചടവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രയാസമുണ്ടെങ്കിലും തഹജ്ജുദ് പതിവാക്കാൻ ശ്രദ്ധിക്കണം. 6ാമത്തേതായിട്ട് നമുക്ക് പതിവാക്കാൻ കഴിയുന്ന സുന്നത്തിൽപ്പെട്ടതാണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സുബ്ഹിയുടെ 2 സുന്നത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ റിസ്കുകളുണ്ടോ, എന്തൊക്കെ ബറക്കത്തുകളുണ്ടോ അതിനേക്കാളും ഖൈറായ പ്രതിഫലം ലഭിക്കുന്ന 2 റക്അത്ത് സുന്നത്താണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച അമലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മികച്ച സുന്നത്തായ അമലെന്ന് പറയുന്നത് അത് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്താണ്. ആ റക്അത്ത് നമുക്ക് നേടിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തിൻ്റെ ഖനിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും. 7ാമത്തേതായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സുന്നത്ത് ജമാഅത്തായിട്ട് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ആക്കുക എന്നുള്ളതാണ്. ഏത് നമസ്കാരമാണെങ്കിലും പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങളൊക്കെ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വലാത്തുൽ ജമാഅ അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദറജ, 27ഓളം ഇരട്ടി പ്രതിഫലമുണ്ട്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടുന്നുവോ അതിനേക്കാളും 27ഓളം ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. ജമാഅത്തിന് 10 മടങ്ങ് 27ഓളം മടങ്ങ് അധിക പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ പ്രതിഫലം കിട്ടുന്ന ആ ഒരു പ്രവർത്തനത്തെ ഒരിക്കലും നിസ്സാരമാക്കാൻ ഒരിക്കലും നാം തുനിയരുത്. 8ാമത്തെ സുന്നത്തായ പ്രവർത്തനമെന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ രാവിലെ തന്നെ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10ഓളം ഇരട്ടി പ്രതിഫലം നൽകുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ അതിലെ പാരായണം ചെയ്യുന്ന സ്വാഹിബിന് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് നിൽക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. സ്വർഗ്ഗത്തിൽ ഖാരിഉൽ ഖുർആൻ
ഖുർആനിനെ ഓതുന്ന ആളുണ്ടല്ലോ അവനക്ക് ദറജ ഉയർത്തിക്കൊടുക്കുമെന്നാണ്. മനസ്സിൽ സക്കീനത്തും റഹ്മത്തും അള്ളാഹു ഏറ്റി കൊടുക്കും. വീട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകതരം 100 കൊടുക്കും. ഓതുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ള അള്ളാഹു കണക്കാക്കിയിട്ടുള്ള മലക്കുകളുടെ കാവൽ കൊടുക്കും. ഇങ്ങനെ ധാരാളം പ്രതിഫലം നൽകപ്പെടുന്ന ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഹദീസിലേക്ക് നമുക്ക് അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ ഓതാത്തവരുടെ ഹൃദയവും ഓതുന്നവരുടെ ഹൃദയവും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്, ഗുണങ്ങളുണ്ട് ഓതുന്നതിന്. ഓതാതിരുന്നാൽ അത് പൊളിഞ്ഞ വീട് പോലെയാണ്. പൊളിഞ്ഞ വീട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ജനതാമസം സാധ്യമല്ല എന്ന് വെച്ചാൽ സമാധാനം ഒരിക്കലും കുടിയിരിക്കില്ല. സമാധാനമുള്ള ഒരു ഹൃദയം വേണമെങ്കിൽ വിശുദ്ധ ഖുർആനിനോട് വല്ലാണ്ട് അടുക്കണം. മാത്രമല്ല അത് 2 ലോകത്തും പ്രകാശമാണ്. ഓതുന്നവൻ്റെ വീട് പ്രകാശിക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ആഖിറത്തിൽ അവൻക്ക് പ്രത്യേകതരം കാവൽ ലഭിക്കും. മാത്രമല്ല ഷർറുകളിൽ നിന്നും പ്രത്യേക സംരക്ഷണം വിശുദ്ധമായ ഖുർആൻ മൂലം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ആയത്തുൽ കുർസിയൊക്കെ ഓതുന്നവൻ്റെ പ്രത്യേക സംരക്ഷണമുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും സൂറത്തുൽ ഫാത്തിഹ പോലത്ത് തടയുന്നത് പോലെ തന്നെ, സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷയെ തടയുന്നത് പോലെ തന്നെ, എന്തൊക്കെ ഷർറുണ്ടോ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ സൂറത്തുൽ വാഖിയ തടയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ഷർറുകളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. പക്ഷേ നമ്മളതിൻ്റെ അദബുകളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഓതാൻ നോക്കണം. നല്ല ശബ്ദത്തോടു കൂടിയിട്ട്, നല്ല വിനയത്തോടു കൂടിയിട്ട് നമ്മൾ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് കൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കണം. വളരെ മഹത്വമുള്ള ഒരു അമലായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സന്മാർഗം സിദ്ധിക്കാനും കാരണമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ആശ്ലേഷണം വിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ടാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതം പുതിയ ജീവിതം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. ആ സംഭവത്തിൻ്റെ കാരണം വിശുദ്ധമായ ഖുർആൻ കേട്ടു എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പുലർച്ചെ സമയത്ത് തന്നെ പരമാവധി ഓതിയിട്ട് രാവിലെ തന്നെ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. 9ാമതായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്ന വളരെ കൂലി കിട്ടുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനമെന്ന് പറയുന്നത് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുന്ന നമസ്കാരമാണ്. സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ ളുഹയെ അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കാനാണ്. ളുഹയുടെ സമയമൊക്കെ നമുക്കറിയാം. അത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അളവ് ഉയർന്ന ആ ഒരു സമയം, ഏകദേശം സൂര്യൻ്റെ ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ആ 20 മിനിറ്റിൻ്റെ സമയത്ത് ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ ഇഷ്റാഖ്. മറ്റൊരു അഭിപ്രായ പ്രകാരം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഉദിച്ച ഉടനെയുള്ള സമയമുണ്ടല്ലോ, ആ ഉടനെയുള്ള സമയത്ത് നമസ്കരിക്കാനാണെന്നുള്ള അഭിപ്രായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം സൂര്യൻ്റെ ഉദയം കഴിഞ്ഞിട്ട് 20-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമസ്കരിക്കുന്ന ദുഹയുടെ ആദ്യ നമസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുന്നത്. ഇതിന് വളരെ മഹത്വമുണ്ട്. പഴയകാലത്തെ സച്ചിതരായ ആളുകളൊക്കെ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരൽ തന്നെ ഈ സ്വലാത്തുൽ ഇഷ്റാഖ് കഴിഞ്ഞുകൊണ്ടാണ്. അതുവരെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്റുകളിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ മഹത്വമുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ കെണുപ്പുകൾക്കും അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. ധർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. എത്ര കെണുപ്പുകളുണ്ട് ശരീരത്തിന്? 100 കണക്കിന് കെണുപ്പുകൾ അല്ലെങ്കിൽ 100 കണക്കിന് പേശികളുണ്ട്. ആ പേശികൾ ഓരോന്നിനും നമ്മൾ അള്ളാഹുവിന് സ്വതക്ക കൊടുക്കുന്നതിൻ്റെ സമാനമാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. വളരെ പുണ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തതിൻ്റെയും ഉംറ ചെയ്തതിൻ്റെയും കൂലി ലഭിക്കുമെന്ന് പറയുന്ന ഹദീസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പതിവാക്കുക എന്നുള്ളത് റിസ്കിനും ബറക്കത്തിനും കാരണമാണ്. ഇതിൻ്റെ മറ്റൊരു പേര് സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ്. സച്ചിതരായ ആളുകൾ ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ പാപമോചനം ലഭിക്കുന്ന നമസ്കാരം എന്നാണ്. സ്വലാത്തുൽ അവ്വാബീൻ മഗ്‌രിബിന് ശേഷം നമസ്കരിക്കുന്ന നമസ്കാരത്തിനും അത്തരം ഒരു പേര് കാണാൻ പറ്റും. 10ാമത്തേത് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന വളരെ ശക്തമായ സുന്നത്തായ നമസ്കാരമാണ് ളുഹാ നമസ്കാരം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമസ്കരിക്കേണ്ടത്. ഇത് ചുരുങ്ങിയത് 2 റക്അത്താണ് ചുരുങ്ങിയതായിട്ട് പറയുന്നത്. അഫ്ളലായിട്ട് പറയുന്ന ധാരാളം അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഷാഫി മദ്ഹബിൽ അഫ്ളലായിട്ട് ജുംഹൂർ രേഖപ്പെടുത്തുന്നത് 8 റക്അത്ത് നമസ്കരിക്കൽ എന്നാണ്. അങ്ങനെ ഈ 2 റക്അത്ത് വീതം അതിനെ നമസ്കരിക്കാവുന്നതാണ്. ഇത് വളരെ മഹത്വമുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ ഔലിയാക്കളും സൂഫിയാക്കളൊക്കെ ഇതിനെ പതിവാക്കുമായിരുന്നു.
ഇത് സൂറത്തു ഷംസും സൂറത്തു ലുഹയുമൊക്കെ ഓരോ റക്അത്തിലും ഓതിക്കൊണ്ടാണ് ഇതിൻ്റെ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രതിഫലം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്വലാത്തുൽ ഇഷ്റാഖിൻ്റെ പ്രതിഫലം തന്നെയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ബാധ്യതകൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് അതിൻ്റെ കടപ്പാട് അറിയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സ്വലാത്തുൽ ലുഹയും സ്വലാത്തുൽ ഇഷ്റാഖുമൊക്കെ. 11ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും, മാ മിൻ അബ്ദി മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ സിൻതൈ അശറത റകഅ തതവ്വുഅൻ ഗൈറൽ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഓരോ ദിവസവും 12 റക്അത്ത്, ആ 12 റക്അത്ത് ഫർദ് നമസ്കാരങ്ങളെയല്ല പെടുന്നത്, സുന്നത്ത് നമസ്കാരങ്ങളായിട്ടുള്ള റവാത്തിബിൻ്റെ 12 റക്അത്ത് ഒരാൾ നമസ്കരിച്ചാൽ അവനക്ക് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നാത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് എന്നർത്ഥം, സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ വീട് സ്വായത്തമാക്കണമെങ്കിൽ നമ്മൾ 12 റക്അത്ത് നമ്മൾ വിത്തർ, നമ്മൾ 12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം. റവാത്തിബിൻ്റെ 12 റക്അത്ത് ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത്, ഇശാന് ശേഷം 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്താണ് റവാത്തിബിൻ്റെ ശക്തമായ സുന്നത്ത് ലഭിക്കുന്ന 12 റക്അത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 12ാമത്തെ ഏറ്റവും ശക്തമായ സുന്നത്ത് ലഭിക്കുന്ന ഒന്നാണ് വിത്ർ നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്കും മഹത്വം കൊടുത്തത് കൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് ശക്തമായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹ വിത്റൻ യുഹിബ്ബുൽ വിത്റ ഫൗത്തിറു എന്ന് സുനനു അബൂദാവൂദിൽ കാണാൻ കഴിയും. അത് പറയുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അള്ളാഹു ഒരുവനാണല്ലോ, അതുകൊണ്ട് തന്നെ വിത്ർ എന്ന് പറയുന്ന ഒറ്റ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 അതേപോലെ തന്നെ 5 എന്ന ഗണത്തിലാണ് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ടാണ് വിത്ർ എന്ന പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ, അള്ളാഹു വിത്ർ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുന്ന വിത്റിന് അത്രക്കും മഹത്വം കൊടുക്കുന്ന രൂപത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ധാരാളം സ്വഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്തിൽപ്പെട്ടതാണ് വിത്റിനെ നിങ്ങൾ പതിവാക്കുക എന്നുള്ളത്. ആ വിത്റിനെ കൃത്യമായിട്ട് ഇശാ നമസ്കാരത്തിന് ശേഷമാണ് അത് നമസ്കരിക്കേണ്ടത്. അത് പരമാവധി 3 റക്അത്ത് എന്ന രൂപത്തിലേക്ക് ഏറ്റുകൊണ്ട് നിസ്കരിക്കാൻ, 1 റക്അത്ത് ആക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. 13ാമത്തേത് ആരെ കണ്ടാലും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖത്തുൻ എന്ന് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് അവനക്കൊരു ഏറ്റവും മഹത്തായ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് സമാനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരിയിലൂടെയാണ് അടുപ്പങ്ങൾ ഉണ്ടാകുന്നത്, അകൽച്ച കുറയുന്നത്, ബന്ധങ്ങളൊക്കെ ഊഷ്മളമാകുന്നത് പുഞ്ചിരിയിലൂടെയാണ്. ആ പുഞ്ചിരി ഒരു ധർമ്മമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും സമ്പത്തില്ലാത്തവൻക്കും നടത്താൻ പറ്റിയിട്ടുള്ള ധർമ്മമാണത്. അതുകൊണ്ട് തന്നെ ആ ധർമ്മം പരമാവധി പതിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 4ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഹദീസിൽ കാണാൻ പറ്റും, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വളരെ വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സലാം ചെല്ലണമെന്ന സ്നേഹവും ഐക്യവും ഒക്കെ അതിലൂടെ വർദ്ധിക്കും. നമുക്കറിയാത്തവരോട് സലാം പറയുമ്പോൾ നമുക്കൊരടുപ്പം ഉണ്ടാവുകയാണ്. അറിയുന്നവരോട് സലാം പറയുമ്പോൾ അവിടെ ബന്ധം ഊഷ്മളമാവുകയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ എന്ന് വിശുദ്ധമായിട്ടുള്ള ഹദീസിൽ കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ സലാമും ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്നുണ്ട്. യാസീൻ്റെ സ്വർഗത്തിൽ വെച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സലാം പറയുമെന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള സലാം അവർക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെയൊക്കെ വ്യാഖ്യാനമായിട്ട് മുഫസ്സിരീങ്ങളായ ആളുകൾ രേഖപ്പെടുത്തുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 15ാമത്തേത് വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ ഉലാം സമ്മില്ലാ, നീ ബിസ്മി ചൊല്ലണേ. അതേപോലെ തന്നെ വക്കുൽ ബിയമീനിക്ക്, നീ വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കണേ. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. നല്ല അദബാണ്, അത് അനുഗ്രഹമാണ്. വലതിനെ മുന്തിക്കുക എന്നുള്ളത് അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാറാണ് പതിവ്. അതിനൊക്കെ പ്രത്യേക കൂലിയുണ്ട് എന്നാണ് ഈ ഹദീസ് കൊണ്ട് വ്യക്തമാക്കുന്നത്. 16ാമത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ചൊല്ലേണ്ട ദിക്റുകൾ പതിവാക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദിലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന ദിക്ർ നബി തങ്ങൾ എന്നും പതിവാക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് എവിടേക്ക് പോയാലും ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളത്
സംരക്ഷണമാണെന്നാണ്. എനിക്ക് എന്ത് വിപത്ത് സംഭവിക്കുക എന്നില്ല, എനിക്കെതിരെ ദുൽമ സംഭവിക്കുക, എന്നെ കാണാതിരിക്കുക എന്നുള്ള എല്ലാ വിപത്തിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എനിക്ക് വഴി പിഴച്ചു പോകലിനെ തൊട്ടും എല്ലാ തരത്തിലുള്ള പിഴവിനെ തൊട്ടും അള്ളാഹുവിനെ എന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തവക്കുലോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ള ശൈലി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബന തവക്കൽന എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബന തവക്കൽന എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയിട്ട് എന്നിട്ട് വീട്ടുകാരോട് നേരെ സലാം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഏത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിത് പതിവാക്കാം. വളരെ മഹത്വമുള്ളതാണ്. റബ്ബിൻ്റെ നാമം കൊണ്ട് പ്രവേശിക്കുന്നു, പുറപ്പെടുന്നു. അള്ളാഹുവാണ് നമുക്ക് എല്ലാവിധ നിർഭയാവസ്ഥയും തരുന്നത്, അഭയം തരുന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തവക്കുലിൻ്റെ വചനം ചൊല്ലിക്കൊണ്ട് വളരെ സുരക്ഷിതനായിട്ട് വീട്ടിലേക്ക് എത്തിയല്ലോ എന്നുള്ളതിൻ്റെ സ്തുതി അറിയിക്കലാണ് ഇത്തരത്തിൽ നാം പതിവാക്കുക എന്നുള്ളത്. 17ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരുത്തൻ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരുത്തൻ ഏത് അങ്ങാടി കൂടെ പോവുകയാണ്, നമ്മൾ വാഹനത്തിലേക്ക് പോകുമ്പോൾ നൂറുകണക്കിന് അങ്ങാടിയിലൂടെ പോകും, അന്നേരം ഇതൊക്കെ ചൊല്ലിയാൽ, ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലിയാൽ കതബല്ലാഹു ലഹു അൽഫ ഹസന, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് 1000 ഹസനാത്തുകൾ എഴുതും, ഗുണങ്ങൾ എഴുതും. വമഹാ അൻഹു അൽഫ സയ്യ, 1000 സയ്യാത്തുകൾ അവനെ തൊട്ട് അള്ളാഹു മായ്ച്ചു കളയും. വറഫഅ ലഹു അൽഫ ദറജ, 1000 പദവി അള്ളാഹ് അവനെ ആഖിറത്തിൽ ഉയർത്തും. വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവനക്ക് വേണ്ടിയിട്ട് ഒരു വീടും പണിയുമെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. 18ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ്, ഒരുത്തൻ അവൻക്ക് വല്ല മുസീബത്തും സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദിക്ർ ഒരുത്തൻ്റെ വിപത്ത് സംഭവിച്ചപ്പോൾ ചൊല്ലിയാൽ, വിപത്ത് എന്ന് പറഞ്ഞാൽ എന്തു തരം വിപത്ത്, അവനിക്ക് ഭംഗം വരുന്ന, അവനിക്ക് സമാധാനക്കേട് വരുന്ന, അവനിക്ക് നഷ്ടം വരുന്ന, മരണം പോലത്തത്, ആക്സിഡൻറ്റ് പോലത്തത്, പ്രയാസം പോലത്തത് സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന ദിക്ർ ഒരുത്തൻ ചൊല്ലിയാൽ, അങ്ങനെ ഒരു മുസ്ലിമിനെ വിപത്തെത്തിയിട്ട് ചൊല്ലിയാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഖൈറായതെന്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ, അവൻ്റെ ജീവിതത്തിൽ ഖൈർ അള്ളാഹുവിന് എന്താണ് തോന്നുന്നത് അത് അള്ളാഹു അവനക്ക് പകരം കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിപത്ത് എന്തു സംഭവിച്ചോട്ടെ, ചെറിയ വിപത്തായിക്കോട്ടെ, ചെറിയൊരു മനപ്രയാസമായിക്കോട്ടെ. ചെറിയൊരു പ്രയാസം എന്ന് പറയുമ്പോൾ ഭൗതികമായ സമകാലിക ജീവിതത്തിൽ നമുക്ക് എത്ര പ്രയാസങ്ങളാണ് വരുന്നത്, എന്ത് പ്രയാസം, ചെറിയ പ്രയാസമായിക്കോട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ ഒരു ചുരുങ്ങിയ ഒരു ദിക്റെങ്കിലും ചൊല്ലിയാൽ അള്ളാഹു അവനക്ക് മഹത്തായ പ്രതിഫലം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കാണാൻ പറ്റും. 19ാമത്തെ കാര്യം, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയലാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള തിരുസുന്നത്തിൽപ്പെട്ടതാണ്. അത് കേൾക്കുന്ന അവൻ്റെ സ്വാഹിബ്, അവൻ്റെ അടുക്കലുള്ള അവൻ്റെ സഹോദരന്മാർ യർഹമുക്കല്ലാ എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ അവൻ തിരിച്ച് യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന് പറയാം. ഇത് വളരെ നല്ല ഒരു മാർഗമാണ്, നല്ലൊരു വഴിത്താരയാണ്. ഇത് ജീവിതത്തിൽ പകർത്തണം. അതുപോലെ തന്നെ തുമ്മുന്ന സമയത്ത് അവൻ്റെ കൈ അല്ലെങ്കിൽ വസ്ത്രമോ വായയോട് ചേർത്ത് വെക്കുകയും അവൻ ശബ്ദം കുറക്കുന്ന രൂപത്തിലേക്ക്, മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രൂപത്തിലേക്ക് ശബ്ദം കുറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും തിരുസുന്നത്തിൽപ്പെട്ടതാണെന്ന് സുനൻ അബൂദാവൂദിൽ നമുക്ക് കാണാൻ പറ്റും. ഈ തുമ്മുന്ന ആൾ ശ്രദ്ധിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതസ വത്താ വജ്ഹഹു ബിയദി, തൻ്റെ കൈകൊണ്ട് മുഖം ഇങ്ങനെ മൂടി വെക്കുമായിരുന്നു. ഔ ബി സൗബിഹി, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് നബി തങ്ങൾ ആ മുഖത്തെ മൂടി വെക്കുമായിരുന്നു. വ അദ്ല ബിഹാ സൗത്തു, എന്നിട്ട് ശബ്ദം ആ ഒരു വസ്ത്രം കൊണ്ടോ കൈക്കൊണ്ടോ നബി തങ്ങൾ കുറക്കും. നബി തങ്ങൾ ആ ശബ്ദം ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി, ശബ്ദത്തെ അടക്കാൻ വേണ്ടി നബി തങ്ങൾ ശ്രദ്ധിക്കും. ഇത് തുമ്മുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 20ാമത്തെ തിരുസുന്നത്തിൽപ്പെട്ടതാണ്, കോട്ടുവായ പോലോത്തതൊക്കെ ഇടുന്ന സമയത്ത് വായ പൊത്തിപ്പിടിക്കുക എന്നുള്ളത്. അത് തിരുസുന്നത്തിൽപ്പെട്ടതാണ്. ശൈത്താനിൻ്റെ നമ്മുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനമാണല്ലോ. അപ്പോൾ വായ പൊത്തിപ്പിടിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. അതുപോലെ തന്നെ ശൈത്താൻ്റെ വസ്വാസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലലും പ്രത്യേക സുന്നത്താണ്. ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ സിമ്പിളായിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ മഹത്വം വളരെ പുണ്യമുള്ളതാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ
സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കാനൊക്കെ നമുക്ക് കഴിയുന്ന, നമുക്ക് സാധ്യമാക്കുന്ന, ചെറുതായി കാണുന്ന വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മഹത്വങ്ങളാണ്. അല്ലാഹു പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.